റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൊവ്വാഴ്ച പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നാടിനെ നടുക്കിക്കൊണ്ട് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. പുലർച്ചെ 2 മണിക്കും 4 മണിക്കുമിടയിലായി 2 തവണയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചതായി പറയപ്പെടുന്നത്. മുണ്ടക്കയിൽ നിന്ന് തുടങ്ങിയ ഉരുൾപൊട്ടൽ 2 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമല എന്ന ചെറുപട്ടണത്തെ ഏകദേശം പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കിയാണ് കടന്നുപോയത്. എന്നാൽ മുണ്ടക്കൈ എന്ന സ്ഥലത്തിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. ആ രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. 2:30യോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ജനം അറിഞ്ഞു തുടങ്ങിയത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് ഒഴുകിയിരുന്ന പുഴ മലവെള്ളപ്പാച്ചിലിൽ ഗതിമാറി ഒഴുകുകയും സ്കൂളിന്റെ പകുതിയോളം വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ 54 പേരോളം മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം ഇനിയും ലഭ്യമല്ല. ഇപ്പോഴും ചൂരൽമല കേന്ദ്രീകരിച്ച് മാത്രമാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ കേന്ദ്രമെന്ന് കരുതുന്ന മുണ്ടക്കൈ ഭാഗത്തേക്ക് ആർക്കും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ടേക്കുള്ള ഏകപാതയിലെ പാലം പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലാണുള്ളത്. താൽക്കാലിക പാലം നിർമ്മിച്ചോ മറ്റോ പ്രദേശത്തേക്ക് എത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. സൈന്യമെത്തിയാൽ മാത്രമേ മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ചെമ്പ്ര, വെള്ളരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ 2 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് മാത്രമാണ് പുറത്തുവരുന്ന വിവരം. പുഴയുടെ തീരത്തോട് താമസിച്ചവരാണ് കൂടുതലായും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. 2019 ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്കുള്ള ദൂരം. പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പലരുടെയും മൃതദേഹം ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് ഏകദേശം ആ പ്രദേശത്ത് തന്നെ വീണ്ടും മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചത്. രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി 2 ഹെലികോപ്റ്ററുകൾ സംഭവസ്ഥലത്തേക്ക് എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. മുണ്ടക്കൈയിലേക്ക് എത്തുന്നതിന് താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം പുരോഗമിക്കുന്നുണ്ട്. ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരുവിൽ നിന്നും 2 NDRF സംഘങ്ങൾ കൂടി വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തം നടന്ന ഭാഗത്തിന് താഴ്ഭാഗത്തുള്ള നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി മൃതദേഹ ഭാഗങ്ങൾ ഒഴുകിയെത്തിയിരുന്നു. ഒരു കുട്ടിയുടേതുൾപ്പെടെ 6 പേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുത്തിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണെന്നാണ് നിലവിലെ നിഗമനം. വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ. ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിലേക്ക് എത്തിയതെന്നാണ് സംശയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടൽ നടന്ന് 10 മണിക്കൂർ കഴിയുമ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി പോലും തിട്ടപ്പെടുത്താനാവാത്ത അവസ്ഥയിലാണുള്ളത്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ കാരണം 200 മീറ്റർ അകലെ മണ്ണിൽപ്പെട്ടുപോയ ആളെപ്പോലും രക്ഷിക്കാനാവാത്ത അവസ്ഥയിലാണ് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും. അത്രത്തോളം ദയനീയമായ അവസ്ഥയിലൂടെയാണ് പ്രദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നേരം ഇരുട്ടി വെളുത്ത് നോക്കുമ്പോഴാണ് മുൻപിൽ നടക്കുന്നതെല്ലാം പലർക്കും വ്യക്തമായത്. അപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകത്തിന് മനസ്സിലാകുന്നത്. വെളിച്ചം വീണപ്പോഴേക്കും അന്നേ വരെ അവിടെ ഉണ്ടായിരുന്നതെല്ലാം പോയിരുന്നു. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാതിരിക്കട്ടെ എന്നും രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.